السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. സമാദരണീയരായ സഹോദരന്മാരെ, മനുഷ്യരായ നമ്മളെല്ലാവരും ജീവിതത്തിൽ സമാധാനം ലഭിക്കണമെന്നും ഐശ്വര്യപൂർണമായ ജീവിതമാണ് ഉണ്ടാവേണ്ടത് എന്നുമൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും ജീവിതത്തിൽ മനുഷ്യർക്ക് സമാധാനം ലഭിക്കുന്നില്ല. ഐശ്വര്യത്തോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതിന് തടസ്സമായി നമ്മൾ പലരും വിചാരിക്കുന്നത്, ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് ലഭിച്ചില്ല, ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എൻ്റെ ബിസിനസ് മുന്നോട്ട് പോയില്ല, അതല്ലെങ്കിൽ എൻ്റെ ജീവിത വിഭവങ്ങൾ, എനിക്ക് ലഭിച്ച സൗകര്യങ്ങൾ അതിന് മതിയായില്ല, ഇതുകൊണ്ടാണ് എനിക്ക് ജീവിതത്തിൽ സമാധാനം ലഭിക്കാത്തത്, എൻ്റെ ജീവിതം ഐശ്വര്യപൂർണമാവാത്തത് ഇതുകൊണ്ടാണ് എന്ന് പലരും വിചാരിക്കാറുണ്ട്. എന്നാൽ ആഗ്രഹിച്ചതൊക്കെ ലഭിച്ചാൽ മനുഷ്യർക്ക് സമാധാനം കിട്ടുമോ? അങ്ങനെ ഒരു ചിന്ത നമ്മളിലേക്ക് വന്നാൽ, നമ്മൾ വലിയ തത്വചിന്തകന്മാരൊന്നുമല്ലെങ്കിൽ പോലും നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്: മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും അവസാനമില്ല. ആ ആഗ്രഹങ്ങൾ ഒന്നിന് പിറകെ മറ്റൊന്നായി അതിങ്ങനെ രൂപമാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ ഒരു ഹദീസ് നമുക്കെപ്പോഴും ഓർമ്മയിൽ വരേണ്ടതാണ്. അവിടുന്ന് പറഞ്ഞു, ലൗ അന്ന ലിബ്നി ആദമ വാദിയം മിൻ ദഹബ്, ഒരു മനുഷ്യൻ ഒരു താഴ്വര മുഴുവനും സ്വർണം ലഭിച്ചുവെന്നിരിക്കട്ടെ, അയാളുടെ ജീവിതം സമ്പൽ സമൃദ്ധമാവാൻ അതിലപ്പുറം വേറൊന്നും വേണ്ട. അപ്പോൾ ഒരു താഴ്വര മുഴുവനും സ്വർണം തൻ്റെ പേരിൽ എഴുതപ്പെട്ടാൽ ആ മനുഷ്യൻ അതുകൊണ്ട് അവസാനിപ്പിക്കുമെന്നല്ല അവിടെന്ന് പറഞ്ഞത്. അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ, ഇതുപോലെ രണ്ട് താഴ്വരകൾ കൂടെ എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്നായിരിക്കും അപ്പോൾ മനുഷ്യന്റെ ആഗ്രഹം. ഇതാണ് മനുഷ്യരുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് ലഭിക്കുമ്പോൾ രണ്ടും കൂടെ വേണമായിരുന്നു, രണ്ട് ലഭിക്കുമ്പോൾ നാലാവണമായിരുന്നു. ഇങ്ങനെ അവന്റെ ആഗ്രഹങ്ങൾ അതിരുകളില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, വലയംല അഫാഹു ഇല്ല തുറാബ്, എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടാലും എന്തൊക്കെ ആഗ്രഹിച്ചാലും അവസാനം അവന്റെ വായയിൽ നിറയുന്നത് ഒരു പിടി മണ്ണ് മാത്രമായിരിക്കും. എത്ര അർത്ഥവത്തായ, നമ്മളെ എത്ര ചിന്തിപ്പിക്കേണ്ട വാക്കാണ്. വയതൂബുല്ലാഹു അലാ മൻ താബ്, പാശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്ക്, തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുക്കും. പ്രിയമുള്ളവരെ, മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്ന വലിയ വെല്ലുവിളികളിൽ ഒന്ന് മനുഷ്യരുടെ ആർത്തിയാണ്. എത്ര കിട്ടിയാലും മതിയാവാത്ത ആർത്തി. ഇവിടെയാണ് മുഅ്മിനീങ്ങളിൽ ഉണ്ടാവേണ്ട ഒരു മഹത്തായ സ്വഭാവത്തെക്കുറിച്ച് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ സ്വഭാവം എന്ന് പറയുന്നത് ഖനാഅത്ത് എന്നാണ് ആ സ്വഭാവത്തിന് പറയുക. മനുഷ്യ സ്വഭാവത്തിൽ വളരെ അത്യാവശ്യമായി ഉണ്ടാവേണ്ട ഒരു നന്മയാണത്. എന്താണ് ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ? ഭക്ഷണമാവട്ടെ, വസ്ത്രമാവട്ടെ, പാർപ്പിടമാവട്ടെ, ഒരാൾക്ക് അല്ലാഹു എന്താണോ തന്നത് ആ തന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുക. ആ തന്നത് കൊണ്ട് തൃപ്തിപ്പെടുമ്പോ അതൊരു മനുഷ്യന് ലഭിക്കുന്ന സമാധാനം, ആ മനുഷ്യന് കൊടുക്കുന്ന സന്തോഷത്തിന് അതിരുണ്ടാവില്ല. ഇതെല്ലാവർക്കും ലഭിച്ചു കൊള്ളണമെന്നില്ല. അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ 97-ാമത്തെ ആയത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട് ആണാവട്ടെ പെണ്ണാവട്ടെ ആരാണോ സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നത്, സൽക്കർമ്മവുമായി മുന്നോട്ട് പോകുന്നവരാരോ
ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അവർക്ക് നാം സന്തോഷകരമായ പരിശുദ്ധമായ ജീവിതം അവർക്ക് നാം നൽകുക തന്നെ ചെയ്യും. എന്താണ് ഹയാത്തുൻ തയ്യിബ എന്ന് പറഞ്ഞാൽ? അതിന് മലയാളത്തിൽ അർത്ഥം പറയുക പോലും സാധ്യമല്ല. ഹയാത്തുൻ തയ്യിബ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും റാഹത്തുള്ള ഒരു ജീവിതം. എവിടെയും അയാൾക്ക് തളരേണ്ടി വന്നില്ല, പ്രശ്നങ്ങളില്ല എന്നല്ല ഇതിനർത്ഥം. ഏത് പ്രശ്നത്തെയും മറികടക്കാനുള്ള ഒരു കഴിവ് അയാൾക്ക് അല്ലാഹു കൊടുക്കും. എന്താണ് സത്യത്തിൽ ഈ റാഹത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് കൊടുത്ത വ്യാഖ്യാനം, അവർ ഖനാഅത്ത് എന്ന സ്വഭാവമുള്ളവരായിരിക്കും, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരായിരിക്കും. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് അതാണ്. കുറെ വിഭവങ്ങൾ ഉണ്ടാവുക എന്നതല്ല ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാനുള്ള വഴി. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചുവെങ്കിൽ ആ ധാരണ തെറ്റാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൈസൽ ഗിനാ, ഐശ്വര്യം എന്ന് പറയുന്നതല്ല, നമ്മൾ വിചാരിച്ചതല്ല ഐശ്വര്യം. അൻകസറത്തിൽ അറബ്, ധാരാളം വിഭവങ്ങൾ ലഭിക്കലല്ല ഐശ്വര്യം എന്ന് പറയുന്നത്. കോടികളും ലക്ഷങ്ങളും കിട്ടലല്ല ഐശ്വര്യം എന്ന് പറയുന്നത്. വലാകിന്നൽ ഗിനാ, മറിച്ച് ഐശ്വര്യം എന്ന് പറയുന്നത് ഗിനൻ നഫ്സ്, ഒരു മനുഷ്യന്റെ ശരീരം, അവന്റെ നഫ്സ് സായുജ്യമടയുക, അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്നതായി മാറുക. അതിനേക്കാൾ വലിയ ഐശ്വര്യം വേറെയൊന്നുമില്ല. അല്ലാതെ ആഗ്രഹങ്ങളുടെ പിറകിൽ ഓടുകയാണെങ്കിൽ ആ ആഗ്രഹം അവസാനം വായിലൊരു പിടി മണ്ണ് വാരിയിടുന്നത് വരെയും ആഗ്രഹങ്ങൾ ബാക്കിയാവും. ഒരാൾക്കും ആഗ്രഹിച്ചത് മുഴുവനും നേടാൻ കഴിയില്ല. ഇങ്ങനെ അള്ളാഹു തന്നതുകൊണ്ട് പൊരുത്തപ്പെടാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ ഏത് പരിതസ്ഥിതിയോടും പൊരുത്തപ്പെടാൻ അയാൾക്ക് കഴിയും. ഏത് പ്രശ്നങ്ങൾ വന്നാലും നമുക്കറിയാം, ലോകം ഇന്നൊരു യുദ്ധത്തിന്റെ കെടുതിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യും, മനുഷ്യരെന്താവും എന്ന് പലരും ആശങ്കപ്പെടുന്നു. ഇവിടെയാണ് നമ്മൾ അള്ളാഹു തന്ന വിഭവങ്ങളുടെ വില മനസ്സിലാക്കുകയും അതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുകയും ചെയ്യണമെന്ന് നമ്മൾ ഇവിടെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നോക്കൂ നിങ്ങൾ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മഹാന്മാരായ സ്വഹാബത്തിന്റെയും ജീവിതം നമ്മളേറെ പഠിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മൾ പലരും അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്, നമ്മളുടെ സൗകര്യങ്ങൾ വർദ്ധിച്ചു കിട്ടാൻ വേണ്ടി, നമ്മളുടെ സുഖങ്ങൾ വർദ്ധിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാറുണ്ട്. എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ദുആ അത്ഭുതത്തോടുകൂടെ അല്ലാതെ കേട്ടിരിക്കാൻ നമ്മൾക്ക് കഴിയില്ല. അവിടുത്തെ ദുആകളിൽ ഒരു ദുആ ആയിരുന്നു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാം, അല്ലാഹുമ്മർസുഖ് ആല മുഹമ്മദിൻ ഖൂത, പടച്ചവനെ മുഹമ്മദ് നബിക്കും മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും നീ നൽകണമേ ഖൂത, ആവശ്യമായത് മാത്രം. ഞങ്ങളുടെ ഭക്ഷണം, ശാരീരികമായ ശക്തി നിലനിർത്താൻ പറ്റുന്ന ഭക്ഷണമേ ഞങ്ങൾക്ക് തരണ്ടു എന്ന് ദുആ ചെയ്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതം പഠിക്കേണ്ട നമ്മുടെ ഗുരുനാഥനല്ലേ അത്. അവിടുന്ന് ദുആ ചെയ്തത്, പടച്ചവനെ എന്റെയും എന്റെ കുടുംബത്തിന്റെയും റിസ്ക്, ഭക്ഷണം നീ ഖൂത്ത് അഥവാ ശാരീരികമായ ക്ഷമത നിലനിർത്താൻ പറ്റുന്നത് മാത്രം, അനാവശ്യമായ ഒരു മണി ധാന്യം പോലും ഞങ്ങൾക്ക് തരരുതേ എന്ന് ദുആ ചെയ്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിച്ച് നോക്കൂ, അവിടുത്തെ ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും ആസ്വദിക്കാമായിരുന്നു. പക്ഷേ ആ സൗകര്യങ്ങളെക്കാളുപരി തനിക്ക് എന്താണോ എന്റെ റബ്ബ് തന്നത് അത് ആസ്വദിക്കാൻ അവിടുന്ന് ഇഷ്ടപ്പെട്ടു. നമ്മളും അന്യൻ്റെത് കണ്ട് കൊതിക്കുന്നവരായി മാറരുത്. എനിക്കെന്താണോ എന്റെ റബ്ബ് തന്നത് അത് സന്തോഷത്തോടെ ഒന്ന് ആസ്വദിച്ചു നോക്കൂ. തുച്ഛമായ ശമ്പളമാണ് കിട്ടുന്നതെങ്കിലും ഇതെന്റെ റബ്ബ് എനിക്ക് തന്നതാണ്, മറ്റവന്റെ കോടികൾ ഞാൻ എന്തിനു നോക്കി നിൽക്കണം, ഇതുകൊണ്ട് ഞാനൊന്ന് ആസ്വദിക്കട്ടെ എന്ന് കരുതുന്നിടത്താണ് ഐശ്വര്യവും സമാധാനവും ഉള്ളത്. നോക്കൂ, നാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ ഒരു നാൾ കിടന്നുറങ്ങി, അലാ ഹസീരിൻ, ഒരു ഈന്തപ്പന പായയിൽ കിടന്നു. സ്വർഗമുദ്ഘാടനം ചെയ്യേണ്ട നേതാവാണ്. ആ നേതാവ് ഒരു ഈന്തപ്പന പായയിൽ കിടന്നു. ഉറങ്ങിയെടീറ്റപ്പോ വഖദ് അസ്റ ഫീ ജംബിഹി, അവിടുത്തെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് അങ്ങനെ തന്നെ ഈന്തപ്പന പായയുടെ കല വന്നത് മഹാന്മാരായ സ്വഹാബത്ത് കണ്ടു. അവർക്കത് വിഷമമായി. അവർ അവരുടെ ജീവിതത്തെക്കാൾ സ്നേഹിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട നേതാവിന്റെ ശരീരത്തിൽ
ഈന്തപ്പന മട്ടലിന്റെ അടയാളം അങ്ങനെ തന്നെ കണ്ടപ്പോ അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഞങ്ങൾക്ക് അങ്ങേക്ക് ഒരു വിരിപ്പ് നേടിത്തരാമായിരുന്നു, ഞങ്ങൾക്ക് അതിന് കഴിയുമായിരുന്നല്ലോ നബിയെ. ഒരു വിരിപ്പ്, ഈ പായയുടെ മേൽ ഒരു ബെഡ്ഷീറ്റ് വിരിക്കാനുള്ള സൗകര്യമൊക്കെ ഞങ്ങൾക്കുണ്ടല്ലോ, അത് ഞങ്ങൾ തങ്ങൾക്ക് തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ, എന്നാൽ കൊണ്ടുവന്നോളൂ എന്നല്ല അവിടെ നിന്ന് പറഞ്ഞത്. ഫഖാൽ, അവിടെ നിന്ന് പറഞ്ഞു, മാലി വലി ദുന്യ, ഞാനും ഈ ദുന്യാവുമായിട്ട് എന്ത് ബന്ധം, ഞാനും ഈ ദുന്യാവും തമ്മിലുള്ള ബന്ധം. മാ അന ഫിദ് ദുന്യ ഇല്ലാ കറാകിബിൻ ഇസ്തളല്ല തഹ്ത ശജറ, ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ ഇറങ്ങിയ ഒരു വഴിപോക്കൻ, ആ മരവുമായിട്ട് എന്താണോ ബന്ധം? നാട്ടിലേക്ക് യാത്ര പോകുമ്പോ ക്ഷീണം വന്നപ്പോ ഒരു മരത്തണലിൽ വണ്ടി സൈഡ് ചെയ്ത് ഒരു 2 മിനിറ്റ് നേരം അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് തിരിച്ചു കയറിയ ഒരു യാത്രക്കാരനും ആ മരവും തമ്മിൽ പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ല. ഈ ഒരു ബന്ധമല്ലാതെ ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്താണ് ബന്ധം? വിശ്രമിച്ചെണീറ്റ് പോകുന്ന ഒരു വഴിപോക്കനെ പോലെയാണ് ഞാൻ ഈ ദുനിയാവിൽ. എനിക്ക് നിങ്ങളുടെ പട്ടും മെത്തയും ഒന്നും വേണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാം, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു തീന്മേശയുടെ മുകളിൽ കൊണ്ടുപോയി, ഒരു ടേബിളിന്റെ മുകളിൽ കൊണ്ടുപോയി ഭക്ഷണം കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, വമാ അകല ഖുബ്സൻ മുറഖഖൻ ഹത്താ മാർദ്ദവമുള്ള ഒരു റൊട്ടി ജീവിതത്തിൽ ഒരിക്കൽ പോലും അവിടെ നിന്ന് കഴിച്ചില്ല. സാധിക്കാഞ്ഞിട്ടല്ല, എനിക്കെന്റെ റബ്ബ് എന്താണോ തന്നത് അതിലാണ് ഐശ്വര്യം എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് നമ്മള് വലിയ കടബാധ്യതയുള്ളവരായി നമ്മൾ മാറി. നമ്മളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കമ്പനികളും അതേപോലെ സ്വകാര്യ ബാങ്കിങ് സ്ഥാപനങ്ങളും ലോണുകളും ഓഫറുകളും വെച്ച് നീട്ടിയപ്പോൾ, ആധാർ കാർഡ് കൊണ്ടുവരൂ, ഐഫോണുമായിട്ട് പോകാം, നിങ്ങളൊരു സൈൻ ചെയ്തു തരൂ, നിങ്ങളുടെ വീട്ടിൽ AC ഫിറ്റ് ചെയ്തു തരാം എന്ന് കണ്ടപ്പോ എനിക്കും തോന്നി, മറ്റുള്ളവരെ പോലെ എനിക്കും സുഖ സൗകര്യങ്ങൾ വരട്ടെ എന്ന്. ജീവിതം കടബാധ്യതയിൽ കുടുങ്ങി അവസാനം ഒരു തുണ്ട് കാറിൽ ജീവിതം അവസാനിപ്പിക്കുമ്പോ എനിക്കൊന്നിനും സാധിക്കില്ല, മരണമല്ലാതെ ഒരു വഴിയില്ല എന്ന് പറയേണ്ട ഒരവസ്ഥ മനുഷ്യർക്ക് വരുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്തത് കൊണ്ടാണ്. ലോകം മടക്കി ഭരിച്ച ചക്രവർത്തി, ലോകത്തെ നീതി പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ തിരുദൂതരുടെ പിൻഗാമിയായി വന്ന മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഭരണം നടത്തുന്ന കാലം മഹാന്മാരായ സ്വഹാബത്ത് പേർഷ്യയുടെ ഭാഗമായ തസ്തർ എന്ന് പറയുന്ന പ്രദേശം കീഴ്പ്പെടുത്തി. ആ തസ്തറിലെ ഭരണാധികാരി ഹർമുസാൻ മദീനയിലേക്ക് പറഞ്ഞയച്ചു അദ്ദേഹം മദീനയിൽ വന്ന സന്ദർഭം ഖലീഫയെ പോയി കാണാൻ വേണ്ടി സ്വഹാബത്ത് പറഞ്ഞയച്ചു. ഹർമുസാൻ മദീനയിൽ വന്നു. മദീനയിൽ വന്നിട്ട് അയാൾ ആദ്യം അന്വേഷിച്ചു ഖലീഫയുടെ വീട് എവിടെയാണ്. കിസ്റയും കൈസറും പേടിച്ചു വിറക്കുന്ന ഉമർ ഖലീഫയുടെ വീട് വലിയ പാറാവുകാരാൽ ബന്ദവസ്ഥാക്കപ്പെട്ട വീടായിരിക്കുമെന്ന് മനസ്സിലാക്കി ചെന്ന് നോക്കിയപ്പോ ചെറ്റക്കുടിലിന്റെ മുന്നിൽ നിന്ന് ഇതാണ് ഉമറിന്റെ വീടെന്ന് കാണിച്ചപ്പോ ഹർമുസാൻ അത്ഭുതപ്പെട്ടു. എങ്കിലും ആ വീട്ടുകാരോട് ചോദിച്ചു, ഉമർ എവിടെ എന്ന് ചോദിച്ചു. അവർ ഒരു സാധാരണക്കാരനെ പരിചയപ്പെടുത്തും പോലെ പറഞ്ഞു, ഉമർ പള്ളിയിൽ പോയിരിക്കുകയാണ്. ഹർമുസാൻ പള്ളിയിൽ വന്നു. മദീനത്തെ പള്ളിയിൽ പലരെയും കണ്ടു, പക്ഷെ അതിലൊരു ഭരണാധികാരിയുടെ ലുക്കുള്ള ആരെയും കണ്ടില്ല. ഇവിടെ ഉമറില്ലെന്ന് മനസ്സിലാക്കി തിരിച്ചു പോകുമ്പോ വഴിയിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന മക്കളോട് ചോദിച്ചു, ഖലീഫ ഉമർ എവിടെയാണ്? കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ ഉമറിനെ കാത്തിരിക്കുകയാണ്. പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വരുമ്പോ ഞങ്ങളോട് കുശലം പറഞ്ഞിട്ടേ ഉമർ പോകൂ, ഞങ്ങൾ ഉമറിനെ കാത്തിരിക്കുകയാണ്, പള്ളിയിൽ ഉറങ്ങുന്നുണ്ട്. വീണ്ടും പള്ളിയിൽ ചെന്നിട്ട് ചോദിച്ചു, ഐന ഉമർ, ഉമർ എവിടെയാണെന്ന് ചോദിച്ചപ്പോ അവർ കാണിച്ചു കൊടുത്തു. മദീനത്തെ പള്ളിയുടെ മണലിൽ തന്റെ കൈത്തണ്ട തലയണയാക്കി മറുകൈയിൽ ഒരു ചാട്ടവാറും പിടിച്ച് സുന്ദരമായി സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന ഉമറിനെ കാണിച്ചു കൊടുത്തു. ആളുകൾ ഉമറിന്റെ ചുറ്റിലും കൂടി. ഹർമുസാൻ ചോദിച്ചു, ഇതാണോ കിസ്റയും കൈസറും വിറക്കുന്ന ഉമർ? ആ ശബ്ദം കേട്ട് ഉമർ പതുക്കെ എണീറ്റു. സർവാഭരണം ധരിച്ചു വന്ന ഹർമുസാനോട്, അള്ളാഹുവിനെ ഭയക്കണം, നീ നിന്റെ ആഭരണങ്ങൾ അഴിച്ചു വരൂ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഉമറുമായി സംസാരിച്ചു. അയാൾ ഇസ്ലാം സ്വീകരിച്ചു. അയാൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഉമറെ, താങ്കൾ ഭരണം നടത്തി, താങ്കൾ നീതി കാണിച്ചു,
നീതി കാണിച്ചപ്പോൾ ഫഅമിൻത, നിങ്ങൾ നിർഭയനായി, ഫനിംത, നിങ്ങൾക്ക് സമാധാനത്തോടെ ഏത് മണലിലും കിടന്നുറങ്ങാൻ കഴിയും. ഇന്നത്തെ ഭരണാധികാരികൾ ഇസഡ് കാറ്റഗറി സുരക്ഷയുടെയും അപ്പുറത്തെ സുരക്ഷകളിൽ തന്റെ പ്രജകളെ പേടിച്ചുകൊണ്ട് നടക്കുമ്പോ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന പാഠം ഭരണാധികാരികൾക്കും ബാധകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഖനാഅത്ത് എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാവണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം. അതിനുള്ള മാർഗങ്ങളാണ് ഇനി പറയേണ്ടത്. സമയം അനുവദിക്കുന്നില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ താഴോട്ട് നോക്കാനുള്ള ഒരു കണ്ണുണ്ടാവുക എന്നതാണ്. ഹദീസിൽ കാണാം, മുൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളുടെ താഴെയുള്ളവരെ നോക്കാൻ നിങ്ങൾക്ക് കഴിയണം. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും, നിങ്ങളുടെ മേലെയുള്ളവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്. ഈ ബാംഗ്ലൂർ മെട്രോ സിറ്റിയിൽ ആഡംബര വാഹനങ്ങൾ ചീറിപ്പായുന്നതിന് നടുവിലൂടെ പുഴുക്കളെ പോലെ യാചിച്ച് നടക്കുന്ന ലക്ഷക്കണക്കിന് യാചകന്മാരുണ്ട്. റെയിൽവേ പുറമ്പോക്കിലും അതേപോലെ മറ്റു സ്ഥലങ്ങളിലും ചെറ്റകുത്തി പാർക്കുന്ന ജനലക്ഷങ്ങളുണ്ട്. അവരും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായവരാണ്. അല്ലാതെ അവർ പട്ടിയുടെയോ പന്നിയുടെയോ ഗർഭപാത്രത്തിൽ ഉണ്ടായവരല്ല. അവർ മനുഷ്യ കുഞ്ഞുങ്ങളാണ്. അവരും നമ്മളെപ്പോലെ ജീവിക്കേണ്ടവരാണ്. അവിടെ നിന്ന് എന്നെ എൻ്റെ റബ്ബ് എത്ര ഉയർത്തി എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ കോടിപതികളുടെയും ലക്ഷപ്രഭുക്കളുടെയും കാറും വാഹനവും നോക്കി നടന്നാൽ ജീവിതത്തിൽ വായിൽ മണ്ണ് വെക്കുന്നത് വരെ സമാധാനം എന്ന് പറയുന്ന ഒന്ന് നമ്മൾക്കുണ്ടാവുകയില്ല എന്ന സന്ദേശമാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് നൽകുന്നത്. ഒരു മനോഹരമായ ഹദീസും കൂടെ വായിക്കാം. മൻ അസ്ബഹ മിൻകും ആമിനം ഫീ സിർബിഹി, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് നേരം പുലർന്നപ്പോ വേറെ ശത്രുവിനെ ഒന്നും പേടിക്കേണ്ടി വന്നില്ല, ബോംബും മിസൈലൊന്നും തലക്ക് മുകളിൽ പറക്കുന്നില്ല, അങ്ങനെ സമാധാനത്തോടെയാണ് ഉണർന്നതെങ്കിൽ, മുആഫം ഫീ ജസദിഹി, ശരീരത്തിൽ പറയത്തക്ക രോഗങ്ങളൊന്നുമില്ലെങ്കിൽ, ഇൻദഹു ഖൂതു യൗമിഹി, ഇന്ന് കഴിക്കാനുള്ള ഭക്ഷണവും ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ, ഫകഅന്നമാ ഹീസത്ത് ലഹു ദുനിയ, അവൻ ലോകം വെട്ടിപ്പിടിച്ച രാജാവ് തന്നെയാണ്. അപ്പൊ രാജാവായി ജീവിക്കണം നമ്മൾ. ആർത്തി ഒഴിവാക്കണം നമ്മൾ. ആർത്തിയുള്ള കാലത്തോളം ഫഖീറും ദരിദ്രനുമാണ് ഞാനെന്ന് തോന്നും, എനിക്കൊന്നുമില്ലെന്ന് തോന്നും. ഇന്ന് കഴിക്കാനുള്ള ഭക്ഷണം എനിക്കുണ്ട്, ഞാനാണ് രാജാവ് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഐശ്വര്യം. അള്ളാഹു അത്തരം സ്വഭാവക്കാരിൽ നമ്മളൊക്കെയും ഉൾപ്പെടുത്തി തരട്ടെ. ആർത്തി കൊതിയന്മാരുടെ കൂട്ടത്തിൽ നിന്നും ദുനിയാവിനെ മോഹിച്ചുകൊണ്ട് സർവം നശിപ്പിക്കുന്നവരിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.